ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നമ്മളൊരു ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് അല്ലെങ്കിൽ നിലത്ത്, അതായത് തറയിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണ്, പിന്നെ അതിൽ വരുന്ന പ്ലംബിങ് കാര്യങ്ങളൊക്കെ എന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ബാത്റൂം ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അറ്റത്ത് കുളിക്കുന്ന ഏരിയ, സെൻറ്ററിൽ ക്ലോസറ്റിൻ്റെ ഏരിയ, തുടങ്ങി ഏറ്റവും ആദ്യം വാഷ് ബേസിൻ്റെ ഏരിയ, ഇതെല്ലാം തന്നെ ഒറ്റ ലെയറിൽ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ നല്ല സ്പേസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒറ്റ ലെയറിൽ തന്നെ ചെയ്യാനുള്ള അത്രയും ലെങ്ത്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 240 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ 8 അടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയും ഏരിയ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈൻ ചെയ്യാം. ഇനി നമ്മൾ ഫ്ലോർ മൗണ്ടർ നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 300 mm ആണ്. അതായത് ഭിത്തിയിൽ നിന്നും ഈ 4-ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ വരെ നമ്മൾ കുറക്കാൻ ഉദ്ദേശിക്കുന്നത് 300 mm കണക്കാണ് സാധാരണ ക്ലോസറ്റ് വരുന്നത്. അതായത് ക്ലോസറ്റിൻ്റെ ഔട്ട് വരുന്നത് 300 mm. അതിൽ നിന്ന് നേരെ പുറത്തേക്ക് പോയിരിക്കുന്ന ഔട്ടാണ് ഈ കാണിക്കുന്നത്. അതായത് 300 mm എന്ന് പറയുന്ന സമയത്ത് ടൈലിൻ്റെ കനം കൂട്ടി ഒരു 2 സെൻറ്റിമീറ്റർ കൂട്ടിയിടണം. അപ്പോൾ 300 mm എന്ന് ഉദ്ദേശിച്ചാൽ 30 സെൻറ്റിമീറ്റർ, അതൊരു 2 സെൻറ്റിമീറ്റർ കൂട്ടി 32 സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മുടെ ഭിത്തിയിൽ നിന്നും 4-ഇഞ്ച് സെൻറ്റർ വരേണ്ടത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കൊടുത്തു. അതെല്ലാം കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. CPVC പൈപ്പ് നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചൂടുവെള്ളത്തിന് വേണ്ടിയുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ട്രാപ്പിൻ്റെ സിസ്റ്റം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ കുളിക്കുന്ന ഏരിയയിലായിരിക്കണം ട്രാപ്പ് കൊടുക്കേണ്ടത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എളിച്ചെണ്ണ, സോപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ട്രാപ്പ് വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ ഏരിയയിലേക്ക് ഒഴുകി അപ്പുറത്ത് ചെല്ലാനുള്ള ചാൻസ്. ഇപ്പോൾ ഇവിടെയാണ് ട്രാപ്പ് വയ്ക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുളിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ഈ സൈഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ തെന്നി വീഴാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കുളിക്കുന്ന ഏരിയയിൽ തന്നെ പറ്റുമെങ്കിൽ സോപ്പ് വയ്ക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ട്രാപ്പിൻ്റെ ഏരിയ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ട്രാപ്പ് വെച്ചതിന് ശേഷം ഏറ്റവും നല്ലത് കുളിക്കുന്ന ഒരു ഏരിയയിൽ ഏറ്റവും എൻഡിൽ ഒരു കോർണറിലായിട്ട് ട്രാപ്പ് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് മാക്സിമം ടൈൽ വിരിക്കുന്ന സമയത്ത് സ്ലോപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം സോപ്പ് ഡിഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സോപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന ആ വെള്ളം കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കാര്യങ്ങളെല്ലാം തന്നെ ആ ട്രാപ്പിലേക്ക് ഡയറക്റ്റായിട്ട് കോർണറിൽ വന്ന് ട്രാപ്പിലേക്ക് പോയിക്കോളും. അതല്ലെങ്കിൽ ബാത്റൂം മൊത്തം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസ്, വലിയൊരു അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ് താനും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിലത്തുറപ്പിക്കുന്ന ക്ലോസറ്റാണ് സാധാരണ ക്ലോസറ്റിനേലേക്ക് കുറച്ചുകൂടി സ്ട്രോങ്. കാരണം നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് താഴെ ഫ്ലോറിൽ ഉറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഒറ്റ പീസായിട്ട് വരുന്നുണ്ട്. 300 mm, 200 mm, അതായത് 220, 300 എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ 300 മെഷർമെൻറ്റ് വരുന്നത്. 300 mm എന്ന് ഉദ്ദേശിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു 30 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 200 mm എന്ന് ഉദ്ദേശിച്ച് 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതായത് ഭിത്തിയിൽ നിന്നും അതിൻ്റെ ഔട്ട്, അതായത് ക്ലോസറ്റിൻ്റെ ഔട്ട് പോകുന്ന സെൻറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭിത്തിയിൽ നിന്നും പൈപ്പിൻ്റെ സെൻറ്ററാണ് ഈ പറയുന്ന മെഷർമെൻറ്റുകളെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഇതുപോലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.